വരാറുണ്ടോ? യെസ്, വരാറുണ്ട്. ഓങ്കോളജിയിൽ ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. ഇമ്പോർട്ടന്റ് തന്നെയാണ്. എത്ര വരും ചോദ്യം? എത്ര പഠിക്കും? എത്തിയല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. ഓങ്കോളജി വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ് വരുന്നത്. പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു ക്ലാസ്സേ ഉള്ളൂ. സോ എന്തായിരിക്കും മീനിങ്? എന്താ ഓങ്കോൾ മീനിങ്? എന്താ ഓങ്കോ എന്ന് പറയുന്നത്? എന്താ? ട്യൂമർ ഒരു സൊല്ലിങ് ആയിക്കൂടെ? ആയിക്കോട്ടെ. ഓങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്? ഒരു ട്യൂമറോ ഒരു സൊല്ലിങ് ആയിക്കൂടെ? ആയിക്കൂടെ? അതായിക്കൂടെ, പറഞ്ഞേ. അത് ഇന്ന് നോർമൽ ആയിട്ടുള്ളതാണോ? ആ സൊല്ലിങ് ഇത് നോർമൽ ആണോ? സൊല്ലി നോർമൽ ആണോ? അത് അല്ലല്ലോ, അല്ല. അപ്പൊ ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അതിന്റെ ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു നമ്മുടെ ഈ ബോഡിക്കകത്തുള്ള ബോഡി ടിഷ്യൂസിനകത്ത് വരുന്ന ഒരു അബ്നോർമൽ ഗ്രോത്ത് അല്ലേ? ശരിയല്ലേ? എപ്പോഴും ഈ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ബോഡി ടിഷ്യൂസിനകത്ത് ഉണ്ടാകുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഇത് ഗ്രോത്ത് അല്ലേ എപ്പോഴും ട്യൂമർ എന്ന് പറയുന്നത്? ശരിയല്ലേ? അബ്നോർമൽ ഗ്രോത്തിൽ എപ്പോഴും ട്യൂമർ എന്ന് പറയാറില്ലേ? അപ്പൊ നമുക്ക് ട്യൂമർ പ്രധാനമായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? പ്രധാനമായിട്ട് നമുക്ക് 2 ടൈപ്സ് ട്യൂമർ ഉണ്ടല്ലേ? ഏതൊക്കെയാ? ഉത്തരം ചറവറ പറഞ്ഞു. നമുക്ക് 2 ടൈപ്സ് ഓഫ് ട്യൂമർ ഉണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് ഈസ് ഏതാ? ഇത് ബിനൈൻ ഉണ്ടല്ലേ? ഫസ്റ്റ് ഇത് ബിനൈൻ എന്നും, സെക്കൻഡ് ഏതാ? അത് മലിഗ്നൻ ഉണ്ടല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് 2 ടൈപ്സ് ഓഫ് ട്യൂമർ പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഇസ് ദ ബിനൈനും, സെക്കൻഡ് ഏതാ? ദ മലിഗ്നന്റും ഉണ്ടല്ലേ? അല്ലേടെ? അല്ലേ? അല്ലേ? ഇത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വരുന്നത് മാത്രം ഏതാ? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം വരുന്ന ട്യൂമർ ഏതാ? ഇത് ബിനൈൻ ആണോ അത് മലിഗ്നന്റ് ആണോ? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഒരു സ്പെസിഫിക് ആയിട്ട് സ്ഥലത്ത് മാത്രം അല്ലേ ചോദ്യം വരും? ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലത്ത് വരുന്ന മാത്രമല്ല. ഞാൻ പറഞ്ഞു ഇന്നത്തെ ചോദ്യം ഉറപ്പായി വരും. ഓങ്കോളജി എന്ന് അടുത്ത 1 മണിക്കൂർ പഠിക്കാൻ പോകുന്ന കാര്യം എക്സാമിന് അതുപോലെ ചോദിക്കും. ഓങ്കോളജിക്ക് അത് പഠിക്കാൻ പോകുന്ന കാര്യം അതുപോലെ ചോദിക്കും. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് പറഞ്ഞു അറിയുമോ? ദ മാനേജ്മെന്റും ആൻഡ് അഡ്മിനിസ്ട്രേഷനും ഒരു ചെറിയ ബ്രേക്ക് ഇട്ടേഷനും പഠിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം റെക്കോർഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കരുത്. അത് കംപ്ലീറ്റ് ആക്കിയോ? അത് കംപ്ലീറ്റ് ആക്കിയോ? അപ്പൊ ഞാൻ സ്പീഡ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, നിങ്ങൾ സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടി എന്താ ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു കേട്ടോ. കംപ്ലീറ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞു, വീണ്ടും പറഞ്ഞു. ഓക്കെ. സോ ഇത് ബിനിൻ എന്താ? ഇത് ബിനിൻ എന്താ? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം വരുന്നതല്ലേ? അല്ലെ? ഒരു സ്പെസിഫിക് ആയിട്ടൊരു എന്താ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം വന്ന എന്താ? അത് ബിനിയൻ അല്ലേ? അല്ലേ? അപ്പോ ഇത് മെലനിൻ എന്തായിരിക്കും? സ്പ്രെഡ് ആവുന്നില്ലേ? ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നിൽക്കാതെ ഇത് സ്പ്രെഡ് ആയ എന്താ? അതെന്താ? മെലിഗ്നന്റ് ഒരു ഗ്രോത്ത് വരുന്നു. ഒരു ഗ്രോത്ത് വന്ന ശേഷം അതൊരു സ്ഥലത്ത് മാത്രം അവിടെ എന്താണ് സർക്കിളിൽ നിൽക്കാതെ എന്താണ് സ്പ്രെഡ് ആവുന്നില്ലേ മെലിഗ്നന്റ്? സ്പ്രെഡ് ആവുന്നില്ലേ മെലിഗ്നന്റ്? ആണല്ലോ. അടുത്ത ടൈപ്പ് ഇതിന്റെ മെറ്റാസ്റ്റാസ് എന്ന് പറഞ്ഞ എന്താ? മറക്കരുത്. ഇതൊക്കെ ചോദിക്കട്ടെ. ഇതൊക്കെ ചോദ്യം എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ ഇത് ഗ്രോത്ത് ഇന്ന് ട്രാൻസ്ഫർ എന്താ? ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ ഇത് ഗ്രോത്ത് പതിയെ ഇന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന ഏതാ? ഒരു ഗ്രോത്ത് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ അതിന്റെ ട്രാൻസ്ഫർ ആയി എന്താ? മലിഗ്നന്റ് ആണോ ഒരു ബിനൈൻ ആണോ? ഏതാ ചോദ്യം വരും? മലിഗ്നന്റ് അല്ലേ? അല്ലേ? അപ്പൊ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നത് എന്താ? അത് ബിനൈൻ അല്ലേ? ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നത് ഇത് ബിനൈനും, സ്പ്രെഡായി പോകുന്നത് എന്താ? സ്പ്രെഡായി പോകുന്നത് എന്താ? അത് എന്താ? ഇനി അടുത്ത ടൈമാണ് എന്താ? ഇത് മെറ്റാസ്റ്റാസ് എന്താ? അടുത്ത ടൈമാണ് എന്താണ് മെറ്റാസ്റ്റാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും? അസുഖം ഒരു ഓർഗനിൽ നിന്ന് സ്പ്രെഡ് ആവുന്നതാണോ? ഒരു ഓർഗനിൽ നിന്ന് അടുത്തിലോട്ട് പോകുന്നതാണോ? ഗുഡ് ഈവനിങ്. സ്പ്രെഡ് ആവുന്നതാണോ? മെറ്റാസ്റ്റാസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു ഓർഗനിൽ വന്ന ശേഷം ഇത് പതിയെ അടുത്ത ഓർഗനിൽ ട്രാൻസ്ലേറ്റ് കപ്പാസിറ്റി ഉള്ളവരാണോ? ഇത് മെറ്റാസ്റ്റാസ് എന്ന് പറയുമ്പോൾ അതൊരു പർട്ടിക്കുലർ ഓർഗനിൽ ആദ്യം വരുന്നു, അവിടെ നിന്ന് പതിയെ അത് ട്രാൻസ്ഫർ ആയി വേറെ ഓർഗനിലോട്ട് പോകാൻ പറ്റുന്നില്ലേ? സ്പ്രെഡ് ആവുക അല്ലേ? ഇത് ട്രാൻസ്ഫർ ആവാൻ കപ്പാസിറ്റി ഉള്ള ആരാ? മെറ്റാസ്റ്റാസ് അല്ലേ? ഇത് ട്രാൻസ്ഫർ ആകാൻ കപ്പാസിറ്റി ഉള്ള ആളാരാ? മെറ്റാസ്റ്റാസ് എന്ന് പറയാം. അപ്പോൾ ബിനൈൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം അല്ലേ? ബിനൈൻ മീൻസ് ഒരു സ്ഥലത്ത് മാത്രം. ഇത് മലിഗ്നന്റ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അത് മറ്റൊരു സ്ഥലത്തോട്ട് പൊക്കിവിടെ.
പൊക്കിവിടെ അങ്ങനെ അത് പോയ എന്ത് വിളിക്കാം? അങ്ങനെ അത് ട്രാൻസ്ഫർ ആയ എന്ത് വിളിക്കാം? ദ മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കാം. ഇത്രയും കിട്ടിയോ? ഇത്രയും ടൈംസ് കിട്ടിയോ? കിട്ടിയോ? അടുത്ത നെക്സ്റ്റ് ടൈം ഇത് നിയോപ്ലാസ്മോസ് എന്താ? ആ നിയോപ്ലാസ്മോസ് എന്തായിരിക്കും? നെക്സ്റ്റ് ടൈം ആണ് ഇത് നിയോപ്ലാസ് എന്ന് പറഞ്ഞതായിരിക്കും. ഒരു പുതിയ ഗ്രോത്തിനെ പറയുന്നോ? ഒരു പുതിയ ഗ്രോത്തിനെ പറയുന്ന പേരെന്താ? ഇത് നിയോപ്ലാസം അല്ലേ? ഒരു പുതിയ ഗ്രോത്തിനെ പറയുന്ന പേരെന്താ? അതിന് നിയോപ്ലാസ് വിളിക്കാം. ഇത് നിയോപ്ലാസ് എപ്പോഴും ഇത് ബിനിനാണോ ഓർ ദ മലിഗ്നന്റ് ആണോ? അത് രണ്ടും ആയിക്കൂടെ? രണ്ടും ആയിക്കൂടെ? ഒരു പുതിയ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ രണ്ടും ആയിക്കൂടെ? രണ്ടും ആവും. അതേസമയം അടുത്തൊരു വാക്കാണ് കാർസിനോമ. എന്താ അടുത്ത വേർഡാണ് കാർസിനോമ എന്ന് പറഞ്ഞ എന്താ? അടുത്തൊരു ടേമാണ് കാർസിനോമ എന്ന് പറഞ്ഞ എന്താ? ഇതിന്റെ ഡെഫിനിഷൻ വെച്ചാണ് ചോദ്യം. ഇതിന്റെ ഡെഫിനിഷൻ വെച്ചാണ് ചോദ്യം വരുന്നത്. എന്താ കാർസിനോമ? എന്താ? ട്യൂമർ ഇത് ബോഡി ലൈനിൽ വരുന്നതാണോ? ടിഷ്യൂസിലൊക്കെ വരുന്നതാണോ? ആണോ? ട്യൂമർ ഇൻ ദ ബോഡി ലൈനിങ്ങിനകത്ത് ടിഷ്യൂസിൽ വരുന്നതാണോ? ചോദ്യമാണ്. ട്യൂമർ ഇൻ ദ ബോഡി ലൈനിങ്ങിനകത്ത് ടിഷ്യൂസിൽ വരുന്നതാണോ കാർസിനോമ? ഫോർ എക്സാമ്പിൾ സ്കിന്നിന്റെ കവറിങ് വരാം. ഇത് GET കവറിങ് വന്നൂടെ? ലങ്സിൽ വന്നൂടെ? ഇത് ലങ്സിന്റെ കവറിങ് വന്നൂടെ? അപ്പൊ ഇത് ബോഡി ലൈനിങ്ങിനകത്ത് ടിഷ്യൂവിൽ വരുന്ന ഏതാ? ടിഷ്യൂവിൽ വരുന്ന ഏതാ? കാർസിനോമ അല്ലേ? ഇത് എപ്പിത്തീലിയൽ ലെവൽ വരുന്നത്. ഇത് ബോഡി ലൈനിങ് എന്ന് പറയുമ്പോൾ എപ്പിത്തീലിയൽ അല്ലേ? ബോഡി ലൈൻ എന്ന് പറയുമ്പോൾ എപ്പിത്തീലിയൽ ലൈൻ വരുന്നത് എന്താ? ഈ കാർസ് വിളിച്ചുകൂടെ? സ്കിന്നിൽ വരാം, GET വരാം, ലങ്സിൽ വരാം, യൂറിത്തിലേക്ക് വരാറില്ലേ? അപ്പോ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ വരുന്നത് വിളിക്കാം. ടിഷ്യൂവിൽ വരുന്ന ട്യൂമറിനെ പറയുന്ന പേരെന്താ? എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ വരുന്ന ട്യൂമറിനെ പറയുന്ന പേരെന്താ? കാർസിനോമ. യെസ്. ക്ലിയർ? അടുത്ത ടൈമാണ് കാർസിനോമ ഇൻ സിറ്റു. എന്തായിരിക്കും? നമ്മൾ മുമ്പ് ഫസ്റ്റ് എപ്പിത്തീലിയം പഠിച്ചില്ലേ? പഠിച്ചവർ പറഞ്ഞു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ? ഈ എപ്പിത്തീലിയത്തിന് ഒരു ബേസ്മെന്റ് മെമ്പർ ഇവിടെ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഇറങ്ങിയിട്ട് ഒരു ബേസ്മെന്റ് മെമ്പറുണ്ട്. അതിന് ടിഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഈ പറഞ്ഞ കാർസിനോമ ഇൻസിറ്റു പറയും എന്തായിരിക്കും? ഇത് ബേസ്മെന്റ് മെമ്പർ കഴിഞ്ഞ് താഴോട്ട് വരില്ല. എന്താണ്? ശരിയല്ലേ? അല്ലേ? ഇത് ബേസ്മെന്റ് മെമ്പറേയും കഴിഞ്ഞ് വരില്ലല്ലോ ഇത്, അല്ലേ? ശരിയല്ലേ? സാധാരണ ഇത് മെലിഗ്നൻസ് എന്തായിരിക്കും? ഒരിടത്ത് നിന്നും അത് മറ്റൊരിടത്തേക്ക് സ്പ്രെഡ് ആവാൻ കപ്പാസിറ്റി അല്ലേ? സാധാരണ ഇത് മെലിഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരിടത്ത് നിന്നും അടുത്തൊരിടത്തേക്ക് സ്പ്രെഡ് ആവാൻ കപ്പാസിറ്റി ഉള്ളതല്ലേ? ശരിയല്ലേ? ഇത്രയും പറയാം. എസ് ചാടി പറയാം. ടെൻഷൻ വേണ്ട, ടെൻഷന്റെ ആവശ്യമില്ല. ഓക്കെ. അതേസമയം ഇത് കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പിത്തീലിയൽ സെൽസ് വരെ മാത്രം അഫക്ട് അല്ലേ? എപ്പിത്തീലിയൽ സെൽസ് വരെ മാത്രം അഫക്ട് വിളിക്കാം. ഇവിടെ എപ്പിത്തീലിയൽ സെൽസ് വരെ മാത്രം, അതിന് മുകളിലോട്ട് പോവില്ല. അതുവരെ മാത്രം വന്നാൽ എന്ത് വിളിക്കാം? സാറാ പറഞ്ഞേ. യെസ്. സോ നൗ ഇത്രയും ക്ലിയർ ആയല്ലോ? ഇതുവരെ പറഞ്ഞെങ്കിലും ക്ലിയർ ആയല്ലോ? നൗ എന്താ സാർക്കോമ? എന്താ സാർക്കോമ എന്ന് പറഞ്ഞ? സാർക്കോമ എന്ന് പറഞ്ഞ എന്താ? സാർക്കോമ ഒരു വ്യത്യാസം എന്തായിരിക്കും? സാർക്കോമ എന്ന് പറഞ്ഞ എന്താ? സാർക്കോമ എന്ന് പറയുമ്പോൾ അതേ നിയോപ്ലാസ് എന്ത് ചെയ്യും? ഇവിടെ അത് സ്പ്രെഡ് ചെയ്യല്ലേ? എപ്പിത്തീലിയം കഴിഞ്ഞ് എന്ത് ചെയ്യും? എന്താണ് ഈ പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂ എല്ലാം കഴിഞ്ഞ് ബോണും മസിലും ഫാറ്റിലും ഒന്നുകൂടെ
നേരത്തെ പറഞ്ഞ എപ്പിത്തീലിയം വരെയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ സാർക്കോമ എത്തും എന്ത് ചെയ്യും? സാർക്കോമയോട്ട് എന്ത് ചെയ്യും? അത് പതിയെ പതിയെ എപ്പിത്തീലിയം എല്ലാം കഴിഞ്ഞ് ഇത് ബോണം പോവും, അല്ലെ, ഇത് കണക്റ്റീവ് ടിഷ്യൂലോട്ട് പോവും, പറഞ്ഞ എന്താ മസിൽസിൽ പോവും, ഫാറ്റിലും പോവാറില്ലേ? അപ്പോൾ ഒരു ഗ്രോത്ത് വന്നു, അത് കണക്റ്റീവ് ടിഷ്യൂലോട്ടും ഇത് എപ്പിത്തീലിയം കഴിഞ്ഞ് കണക്റ്റീവ് ടിഷ്യൂം കഴിഞ്ഞ് ബോണും മസിലും ഫാറ്റും എല്ലാം വന്ന സാർക്കോമ എന്ന് വിളിക്കാം. ചോദ്യം വരും സാർക്കോമ. ഓക്കെ, സ്ഥിരം ചോദ്യമാണ് കേട്ടോ. സാർക്കോമ അറിയും ചോദ്യം. സാർക്കോമ സ്ഥിരം ചോദ്യമാണ്. സാർക്കോമ എല്ലാം സ്ഥിരം ചോദ്യമാണ്. അത് അതുപോലെ പഠിച്ചു കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഇത് ലിംഫോമ. എന്താ ഇത് ലിംഫോമാസ് എന്ന് പറഞ്ഞ എന്താ? ലിംഫോമാസ് എന്ന് പറഞ്ഞ എന്താ? ലിംഫോമാസ് എന്ന് പറഞ്ഞ എന്താ? എന്താ ലിംഫോമാസ്? ലിംഫോമാസ് എന്ന് പറഞ്ഞ എന്താ? ഇന്നെന്താ ഇന്ന് പകൽക്കുള്ളെല്ലാം പഠിച്ചൂടെ? ഇന്ന് പകൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ മോർണിംഗ്? അന്ന് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ? കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ? അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യും എല്ലാവരും. ഈ മുമ്പത്തെ റെക്കോർഡിങ് കമ്മ്യൂണിറ്റി എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. കമ്മ്യൂണിറ്റി ഫുൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. ലെവൽസ് പ്രൊവൽസ് അതൊക്കെ എല്ലാം ചെയ്തോടെ എല്ലാവരും? ചെയ്തോടെ? ചെയ്തു ചെയ്തോടെ? ചെയ്തു എല്ലാരും ചെയ്തു. എല്ലാം ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ അവിടെ ചോദ്യം എല്ലാം തന്നിട്ട് 2 ടൈപ്പ് നോട്ടില്ലേ? 2 ടൈപ്പ് നോട്ടിനകത്തും ഉണ്ട്. 2 ടൈപ്പ് നോട്ടിനകത്തും ചോദ്യം എല്ലാം ഉണ്ട്. അതൊന്ന് വായിക്കുക കേട്ടോ ഇരുന്നില്ല. സോ അത് ലുക്കീമിയ എന്താ അടുത്ത? ഇത് ലിംഫോം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മുമ്പായിട്ട് ഇത് ലിംഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇത് നിയോപ്ലാസം ഇത് ലിംഫ്നോഡിൽ വരുന്നതാണോ? ഇത് നിയോപ്ലാസം ഇത് ലിംഫ്നോഡിൽ വന്നെന്ത് വിളിക്കാം? ഇത് നിയോപ്ലാസം ഇത് ലിംഫ്നോഡിൽ വന്ന് വിളിക്കാം. ഇത് നിയോപ്ലാസം ഇത് ലിംഫ്നോഡിൽ വന്ന് വിളിക്കാം. ഇത് ലിംഫ്നോഡിൽ വരുന്ന ഇത് നിയോപ്ലാസത്തിന്റെ കളക്റ്റീവായിട്ട് പറഞ്ഞ പേരെന്താ? ലിംഫോമാസ് അല്ലേ? 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 യെസ്. അതിന്റെ ലുക്കീമിയ നെക്സ്റ്റ് ഇത് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും? അതിന്റെ ബ്ലഡ് ഫോമിങ് ടിഷ്യൂസ് ആണോ? ഇതിന്റെ ബ്ലഡിൽ വരുന്നതാണോ? ആണോ? എന്താ ലുക്കീമിയ ഇത് ബ്ലഡിൽ വരുന്നതല്ലേ? എന്താ ലുക്കീമിയ എന്താണ്? ഇത് ബ്ലഡിൽ ഒറിജിനേറ്റ് ആവുന്ന ക്യാൻസർ അല്ലേ? ഇത് ബ്ലഡിൽ വരുന്ന ക്യാൻസർ എന്ന് വിളിക്കാം, ലുക്കീമിയ എന്നും വിളിക്കാം. ഇത്രയും ക്ലിയറായി. നെക്സ്റ്റ് അടുത്ത ഡേറ്റിനെ കുറിച്ച് ദ ടേംസ് ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ഹൈപ്പർ ട്രോഫി എന്ന് പറയുന്നത്? എന്താ? ഇത്രയും ക്ലിയർ ആയല്ലോ. എക്സാമിന് വരുന്ന കുറച്ച് ദ ടേംസ് പറഞ്ഞു കേട്ടോ. എക്സാമിന് എപ്പോഴും ചോദ്യം വരുന്ന കുറച്ച് ഇത് ടേംസ് പറഞ്ഞു തരാം. എന്താണ് ഹൈപ്പർ ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ട്രോഫി ദ ടേംസ് എക്സാമിന് ചോദിക്കും കേട്ടോ. ദ ടേംസ് എല്ലാം ഇപ്പൊ ചോദിക്കാറുണ്ട്. സൈസ് കൂടുന്നതാണോ? ഒറ്റ വാക്കിൽ പഠിക്കാം. സെല്ലിന്റെ സൈസ് കൂടുന്നതാണോ? ഒറ്റ വാക്കിൽ പഠിക്കാം. സെല്ലിന്റെ സൈസ് കൂടുന്നതാണോ? ആണ്. ഒറ്റ വഴി പഠിക്കാം. ഹൈപ്പർ ട്രോഫി എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ സൈസ് കൂടുന്നതാണ് അല്ലേ? അത് മനസ്സിലായി. ആൻഡ് നെക്സ്റ്റ് എന്താ? ഹൈപ്പർ പ്ലേഷ്യ എന്താ? ഹൈപ്പർ പ്ലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈസ് ഓഫ് ദ ഓർഗന്റെ സൈസ് കൂടുന്നതാണോ? ഇത് ഓർഗന്റെ സൈസ് കൂടുന്നതാണോ? ഇത് ഓർഗന്റെ സൈസ് ആണോ? ഇവിടെ ഓർഗൻ സൈസ് കൂടാറുണ്ടോ? ഓർഗന്റെ സൈസ് കൂടുമെന്ന് പറയുമ്പോൾ ആ സെല്ലിനകത്തുള്ള ദ നമ്പേഴ്സ് കൂടുന്നതല്ലേ? അല്ലേ? സെല്ലിനകത്തുള്ള ഇതിന്റെ നമ്പേഴ്സ് കൂടി ഓർഗന്റെ സൈസും കൂടിക്കൂടെ? സെല്ലിനകത്തുള്ള സെല്ലിന്റെ നമ്പർ ഇല്ലേ? സെല്ലില്ലേ? ഇത് ഓർഗനകത്തുള്ള എന്താണ്? ഈ സെല്ലില്ലേ? സെല്ലുകളുടെ ഇത് നമ്പർ കൂടി വന്നൂടെ? സെൽ നമ്പർ കൂടി ഓർഗൻ അങ്ങ് വലുതാ. എന്ത് വിളിക്കാം? ഹൈപ്പർ പ്ലേഷ്യ അല്ലേ? സെൽ നമ്പർ കൂടി സെല്ലിലെ നമ്പർ കൂടി ഇത് ഓർഗൻ അത് വലുതാ. എന്ത് വിളിക്കാം? ഹൈപ്പർ പ്ലേഷ്യ. ആണോ? യെസ്. ക്ലിയർ ആയോടെ? ആദ്യം പറഞ്ഞ എന്താ? ഇത് സെല്ലിന്റെ സൈസ് കൂടി ഇത് വിളിക്കാം. സെല്ലിന്റെ സൈസ് കൂടി എന്താ? സൈസ് കൂടി എന്താ?
സെല്ലിന്റെ സൈസ് കൂടുന്നത് വിളിക്കാം ഹൈപ്പർട്രോഫി. ആ സൈസ് കൂടുന്നത് കാരണം ഇത് ഓർഗൻ വലുത് വിളിക്കാം. സൈസ് കൂടുന്ന കാരണം ഇത് ഓർഗൻ വലുതായാൽ ഹൈപ്പർട്രോഫി എന്നും വിളിക്കാം. അല്ലെ, സെൽ നമ്പർ കൂടി കൂടി ശേഷം ഇത് ഓർഗൻ വലുതായാൽ എന്ത് വിളിക്കാം? ഹൈപ്പർപ്ലേഷ്യ വിളിക്കാം. എത്ര ക്ലിയർ? എല്ലാം മനസ്സിലായോ? ഒരു വാക്ക് പോലും കൂടെ മനസ്സിലായോ? സോ ദ നെക്സ്റ്റ് ഈസ് ദ മെറ്റാപ്ലേഷ്യ. എന്താ? സോ ദ നെക്സ്റ്റ് ടേം ആണ് ദ മെറ്റാപ്ലേഷ്യ എന്ന് പറഞ്ഞത്. മെറ്റാപ്ലേഷ്യ എന്താ? ദ മെറ്റാപ്ലേഷ്യ എന്താ? എന്താണ് മെറ്റാപ്ലേഷ്യ? ഒരു സെക്കൻഡ്, ഇപ്പൊ വരാമേ. ഒരു സെക്കൻഡ്, ഞാൻ കുടിക്കാൻ വെള്ളം കുടിച്ചിട്ട് കേട്ടോ. വേറെ അതൊന്നും കഴിച്ചില്ല, വെള്ളം കുടിച്ചിട്ട് കേട്ടോ. ഒരു മിനിറ്റ്. സ്റ്റഡി മെറ്റാപ്ലേഷ്യ എന്താ? മെറ്റാപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റാപ്ലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും മെറ്റാപ്ലേഷ്യ? പറഞ്ഞേ. കൺവേർഷൻ. എന്തിന് കൺവേർഷനാ? എന്തിന് കൺവേർഷനാ? കൺവേർഷനാ സെൽസ്. പറഞ്ഞു. ടിഷ്യൂസ്. സാധാരണ ഏറ്റവും നോർമൽ ആയിരിക്കുന്ന സെൽസ് ഇല്ലേ, അല്ലെ? നോർമൽ സെൽ എന്ത് ചെയ്യും? അബ്നോർമൽ ആവും. നോർമൽ സെൽസ് ഇത് അബ്നോർമൽ മറന്നാണോ? നോർമൽ സെൽസ് അബ്നോർമൽ മറന്നാണോ? എക്സാ പറയുകയാണെങ്കിൽ ഒരു സൗണ്ട് പോയോടെ? സൗണ്ട് ഇല്ലേ? സൗണ്ട് ഉണ്ടല്ലോ. പറയുകയാണെങ്കിൽ ബ്രെയിനിനകത്ത് സെല്ലുണ്ട്. ബ്രെയിനിനകത്ത് സെല്ലുണ്ട്. സെല്ലുണ്ട്. ബ്രെയിനിനകത്ത് സെല്ലുണ്ട്. ബ്രെയിനിനകത്ത് എന്ത് സെല്ലുണ്ട്? പറഞ്ഞു. ബ്രെയിനിനകത്ത് എന്ത് സെല്ലുണ്ട്? ബ്രെയിനിനകത്ത് എന്ത് സെല്ലുണ്ട്? ഞാൻ പേര് പറഞ്ഞു. ഗ്ലൈൽ സെൽസോ ഇല്ല ഉണ്ടല്ലോ. അതിന് പകരം അവിടെ വേറെ ഏതെങ്കിലും ഒരു സെൽ അവിടെ ഡെവലപ്പ് എന്ന് വിളിക്കാം. ഇത് നോർമലി ഇത് ബ്രെയിനിലോട്ട് വരേണ്ട ആ സെല്ലിന് പകരം, ഇത് ബ്രെയിനിലുള്ള സെല്ലിന് പകരം അവിടെ വേറൊരു സെല്ല് അവിടെ അബ്നോർമലായിട്ട് വന്നെന്ന് വിളിക്കാം. സെല്ലുകൾ കൂടി എന്താ, കുറെ സെല്ലുകൾ കൂടി സെല്ല് അബ്നോർമൽ എന്ന് വിളിക്കാം. കൂടി വരില്ലേ? നോർമൽ ഇരിക്കുന്ന കുറെ സെല്ല് കൂടി അത് അബ്നോർമൽ സെല്ലായാൽ എന്ത് വിളിക്കാം? മെറ്റാപ്ലേഷ്യ അല്ലേ? എന്ത് ടിഷ്യൂ വരുന്ന കൂടെ വരാം. അന്ത ഡിസ്പ്ലേഷ്യ എന്താ? ഡിസ്പ്ലേഷ്യ എന്തായിരിക്കും ഇത്? എന്ത് വിളിക്കാം? ഇതും ഇസ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽ അല്ലേ?
ഇതും അബ്നോർമൽ, ഇത് ഗ്രോത്ത് എന്ന് പറയാം, അബ്നോർമൽ ഇത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൂടെ? ഇവിടെയും ഇത് അബ്നോർമൽ ആയിട്ടുള്ള സെല്ലിന്റെ ഇത് ഡെവലപ്മെന്റ് അല്ലേ? അല്ലേ? അബ്നോർമൽ സെൽ ഇൻ ദ ഡെവലപ്മെന്റ് അല്ലേ? ഇൻ ദ ഡിസ്പ്ലേഷ്യ അല്ലേ? ശരിയല്ലേ? ഈ പറഞ്ഞ ഇതിന്റെ സെല്ലിന്റെ ഇത് നോർമലിനെക്കാട്ടിലും സൈസ് കൂടിക്കൂടെ? ഇവിടെ സൈസ് കൂടിക്കൂടെ? ഇത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സൈസ് കൂടിക്കൂടെ? സൈസ് കൂടാല്ലോ, കൂടാലോടെ, കൂടാലോടെ. യെസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് അനാപ്ലേഷ്യ. എന്താ? സോ ദ നെക്സ്റ്റ് ഈസ് അനാപ്ലേഷ്യ തുടങ്ങി എന്താ? എന്തായിരിക്കും? അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണോ? ആണോ? ആണോ? സാധാരണ ഒരു സെൽ എപ്പോഴും ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് പതിയെ പതിയെ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ? നോർമലി ഒരു സെല്ല് അല്ലെ, നോർമലി ആണെങ്കിൽ ഒരു സെല്ല് ഡെവലപ്പ് ചെയ്ത ശേഷം അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരണ്ടേ? പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് സെല്ല് അൺഡിഫറൻഷിയേറ്റ് എന്ന് വിളിക്കാം അനാപ്ലേഷ്യ. അനാപ്ലേഷ്യ. നോർമലി ഒരു സെല്ല് എപ്പോഴും എന്ത് ചെയ്യണം? ഇറ്റ്സ് എപ്പോഴും അതിന്റെ ഡിഫറൻഷിയേറ്റ്, പക്ഷെ അത് ചെയ്തില്ല എന്ന് വിളിക്കാം അനാപ്ലേഷ്യ എന്ന് വിളിക്കാം. ക്ലിയർ? ക്ലിയർ? പഠിക്കുമ്പോഴേ ഈ ഒരു നോട്ട് വായിക്കുമ്പോൾ ആദ്യം ആ സെക്കൻഡ് കിടക്കുന്ന വരിയില്ലേ, അൺഡിഫറൻഷിയേറ്റ് സെൽ കൊടുക്കില്ലേ, അങ്ങനത്തെ ഉള്ള കാര്യം ആദ്യം വായിച്ചിട്ട് അതെന്താണ് പഠിക്കും കേട്ടോ. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വരുന്ന കേട്ടോ. ചോദ്യം ഇപ്പോഴും വരും കേട്ടോ. ഇപ്പോഴും വെക്കില്ലേ, അതാ ചോദ്യം. കേട്ടില്ലേ? കാണുന്നുണ്ടോ? ഇസ് അബ്നോർമൽ ഇൻ ഡെവലപ്മെന്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചിട്ട് താഴെ അത് മെറ്റാപ്ലേഷ്യ ആണോ ഓർ ഡിസ്പ്ലേഷ്യ ആണോ അനാപ്ലേഷ്യ ആണോ എന്ന് ഓപ്ഷൻ തരും കേട്ടോ. അങ്ങനെയാണ് ഓപ്ഷൻ ചോദിക്കുന്നത്. ക്ലിയർ? അടുത്ത ടൈം ഉണ്ട്. ഇസ് അട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? അട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? അട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? അട്രോപ്പി എന്താ? സെല്ലിന്റെ സൈസും നമ്പറും കുറയുന്നതാണോ? ഇത് സെല്ലിന്റെ സൈസും നമ്പറും കുറയുന്നതാണോ? സെല്ലിന്റെ സൈസും നമ്പറും കുറയുന്ന വിളിക്കാം അട്രോപ്പി അല്ലേ? അല്ലേ? എന്താണ് ഒരു ഓർഗൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്താണ്, ആ ഓർഗൻ എന്താണ്, സെല്ലിന്റെ സൈസ് കുറഞ്ഞു വിളിക്കാം atrophy അല്ലേ? ശരിയല്ലേ? atrophy. So the next time is adenocarcinoma. എന്താ? So the next time is adenocarcinoma എന്ന് പറഞ്ഞത്. adenocarcinoma എന്ന് പറഞ്ഞാൽ എന്താ? adenocarcinoma എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്ലാൻഡിൽ നിന്ന് ഡെവലപ്പായി വരുന്നതാണോ? ഒരു ഗ്ലാൻഡിൽ നിന്ന് ഇത് ഡെവലപ്പായി വരുന്ന എന്താ മാലിഗ്നന്റ് ട്യൂമർ പറയുന്ന പേരാണോ? ഒരു ഗ്ലാൻഡിൽ നിന്ന് ആണോ? 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 ഒരു ഗ്ലാൻഡില്ലേ, ഇത് ഗ്ലാൻസ് ഇല്ലേ, അത് പഠിച്ചില്ലേ? അത് ഗ്ലാൻസ് പഠിച്ചില്ലേ? പഠിച്ചത് ഗ്ലാൻഡിൽ നിന്നും ഇത് ഡെവലപ്പായി വരുന്ന ട്യൂമറിനെ പറയുന്ന പേരെന്താ? ഒരു ഗ്ലാൻഡിൽ നിന്നും മാത്രം ഡെവലപ്പായി വരുന്ന ട്യൂമറെ പറയുന്ന പേരെന്താ? അഡിനോകാർസിനോമ. ക്ലിയർ? ഇനി വേറൊരു ടൈമാണ് കേട്ടിട്ടുണ്ടായിരിക്കും. ആന്തർ കേട്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും NADIR കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് കേട്ടുണ്ട്. ഇത് ക്യാൻസർ പേഷ്യന്റ് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കീമോതെറാപ്പി ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ലേ? കീമോതെറാപ്പിക്കുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ലേ? ല്ലോ. അസുഖമൊക്കെ വന്ന ആൾക്കാർക്ക്, അസുഖം വന്ന ആൾക്കാർ ഈ പറഞ്ഞ കീമോതെറാപ്പിക്കുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അത് എടുക്കുമ്പോൾ അവരുടെ കൗണ്ടില് WBC കൗണ്ടില്ലേ, ആ സെൽ കൗണ്ട് എപ്പോഴും ഇത് ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ആയിരിക്കും കേട്ടോ. ഈ കീമോതെറാപ്പി ഡ്രഗ് എടുക്കുന്ന ആൾക്കാരിൽ എപ്പോഴും എന്തറിയുമോ, അവരെ WBC കൗണ്ടില്ലേ എപ്പോഴും ലോവസ്റ്റ് ലെവൽ ആയിരിക്കും കേട്ടോ. അങ്ങനെ അറിയാമല്ലോ പറഞ്ഞു ഞാൻ ബോൺ മാരോ സപ്രഷൻ കുറച്ച് സമയത്തൊക്കെ അറിഞ്ഞൂടെ? അറിയില്ലേ? യെസ്, അറിയല്ലേ? ഇത് ബോൺ മാരോ സപ്രഷൻ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കീമോതെറാപ്പി ഡ്രഗ് എടുക്കുന്ന സമയത്ത് ഇത് ബോൺ മാരോ സപ്രഷൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു കീമോതെറാപ്പി ഓട്ടുള്ള ഡ്രഗ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരുടെ WBC കൗണ്ട് എന്ത് ചെയ്യും? ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷനിലോട്ട് പോകും. എക്സാമ്പിൾ ആണെങ്കിൽ അത് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ
എത്രയുണ്ട്? ഏകദേശം എന്താണ്, ഒരു 1000 താഴെ വരെ പോവാം. അതുകൊണ്ടാണ് എപ്പോഴും ഈ പറഞ്ഞ യൂഷ്വലി ഈ പറഞ്ഞ കീമോതെറാപ്പി ഡ്രഗ് കൊടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും ഇത് കൗണ്ട് നോക്കാറില്ലേ? കൗണ്ട് എപ്പോഴും ചെക്ക് ചെയ്യാറില്ല. അറിയാമോ അറിയില്ല കാര്യം? ഈ പറഞ്ഞ ഇന്ന് കീമോതെറാപ്പി ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാരിൽ എപ്പോഴും എന്താ പറയുക, നമ്മളെപ്പോഴും ഇത് കൗണ്ട് നോക്കാറെന്ന് അറിയാമോ? ഇത് കാരണം എന്താണ്? കൗണ്ട് എപ്പോഴും കുറയും. ഇത് ബോൺ മാരോ സപ്രഷൻ കാരണം കൗണ്ട് എപ്പോഴും WBC കൗണ്ട് എപ്പോഴും കുറയാനുള്ള ചാൻസ് ഇമ്മ്യൂൺ കുറയല്ലേ? ശരിയാണ്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും എല്ലാ ടൈംസും ക്ലിയർ ആയല്ലോ? ഇത്രയും എല്ലാ ടൈംസും ക്ലിയർ ആയല്ലോ? സോ ദ നെക്സ്റ്റ് ഹെഡിങ് ഇടുക. അടുത്ത ചോദ്യം സ്ഥലമാണ് ദ വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ. കണ്ടിട്ടുണ്ടോ ചോദ്യം? ദ വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ. ഞാൻ എല്ലാ കാര്യവും അടുക്കി ഇട്ട് തരാണ്. അതുപോലെ പഠിച്ചു കേട്ടോ. എല്ലാ കാര്യം ഒരു കറക്റ്റ് ഓർഡറിൽ അടുക്കിയിട്ട് അത് ചോദിക്കും. കോഷനാണോ? വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ എന്താ? കോഷൻ ആണോ? യെസ്. അത് സി എന്താ? അതിന്റെ സി എന്തായിരിക്കും? കോഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സി എന്ന് പറയുന്നത് സി എന്തായിരിക്കും? കോഷന്റെ സി എന്തായിരിക്കും? ദ ചേഞ്ച് ഇൻ ദ ബവൽ or the bladder pattern അല്ലേ? The change in the bowel and the bladder pattern. മറക്കരുത്. The C കിട്ടി, the quotient, the C മറക്കരുത്. The change in the bowel and the bladder pattern. അത് A എന്താ? A sore throat അല്ലേ? ഒരു മുറിവ് അല്ലേ? അതുണ്ടോ? sore that doesn't hit. പക്ഷേ എല്ലാം ശരിയാണ്. അറിയില്ല എന്താ? ഒരു മുറിവ് എഴുന്നു, അത് ഉണങ്ങാതിരിക്കുന്നേ. ഒരു മുറിവ് എഴുന്നു, അത് ഒരിക്കലും ഉറങ്ങില്ല, ഹീലാവില്ല അല്ലേ? ഒരു ചെറിയൊരു സോറ് വന്നപ്പോ എന്താണ്? ആ ഒരു മുറിവ് വന്നാൽ പെട്ടെന്ന് ഉണങ്ങില്ല അല്ലേ? ശരിയല്ലേ? ഉണങ്ങാതിരിക്കും. അതും ക്യാൻസറിന്റെ വാർണിംഗ് സൈനാണ്. ഒരു മുറിവ് വരുന്നു, ആ മുറിവ് എന്ത് കുറെ കാലത്ത് എന്ത് ചെയ്യും? അവിടെ ഉണങ്ങാതിരുന്നാലും അതും എന്താ? വാർണിംഗ് സൈൻ ഓഫ് ക്യാൻസർ ആണ്. ക്ലിയർ? സി ആയി കിട്ടിയല്ലോ? A sore that does not heal അല്ലേ? ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് അല്ലേ? ശരിയല്ലേ? കിട്ടിയോ? സിയും എയും കിട്ടിയോ? കിട്ടിയെങ്കിൽ അടുത്തത് ഏതാ? ഇത് യു അല്ലേ? സിയും എയും കിട്ടിയെങ്കിൽ അടുത്തത് യു എന്താ? അൺയൂഷ്വൽ ഇത് ബ്ലീഡിങ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. അവിടെ ഇത് ഡിസ്ചാർജ് എന്ന് പറയൂടെ? അൺയൂഷ്വൽ ഇത് ബ്ലീഡിങ്ങും പറയാം, ഇത് ഡിസ്ചാർജ് പറഞ്ഞൂടെ? ഈ പറഞ്ഞ എന്താണ്? ഈ പറഞ്ഞ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? അൺയൂഷ്വൽ ആയിട്ട് ഒരു ഡിസ്ചാർജ് വന്നാലും ബ്ലീഡിങ് വരുന്നതും അതെന്താ? യു പറയാം അല്ലേ? അൺയൂഷ്വൽ ഇത് ഡിസ്ചാർജോ ഓർ ദ ബ്ലീഡിങ് തന്നെ പഠിച്ചു വെച്ചാൽ മതി. കാരണം അതൊക്കെ യൂസ് പറയത്തുള്ളൂ. ഈ ഇടയിൽ ഇങ്ങനെ ചോദിക്കില്ല. ക്ലിയർ? കിട്ടിയോ? യു കിട്ടിയല്ലോ. ആൻഡ് ദ ടി എന്താ? കോഷന്റെ ദ ടി എന്താ? ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ 1 മണിക്കൂർ ബ്രേക്ക് എടുക്കും കേട്ടോ. ഞാൻ 1 മണിക്കൂർ ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടത് വേറെ സബ്ജക്ട് പഠിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ ബ്രേക്ക് തരും. ആ സമയത്ത് പോയി നിങ്ങൾ വേറെ സബ്ജക്ട് പഠിക്കണം. നിങ്ങൾ പഠിക്കുക സബ്ജക്ട് പഠിക്കണം. അത് കഴിഞ്ഞൊന്ന് ഞാൻ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഫുള്ള് പറഞ്ഞു, ഫസ്റ്റ് തൊട്ട് അവസാനം വരെ സ്പീഡിൽ എല്ലാം പറഞ്ഞു, അടുക്കി എല്ലാം മലയാളത്തിൽ പറഞ്ഞു തരും. അത് പഠിക്കണം. ഓക്കെ കഴിഞ്ഞില്ല, പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞു ഓക്കെ. ടി എന്താ? ടി എന്ന് പറയുമ്പോൾ ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിന് ഒരു ലംബ് വരുന്നതാണോ? ഒരു മുഴ ആണോ? അപ്പൊ പച്ചമലം പറഞ്ഞാൽ ഇത് ലംബിന്റെ രണ്ട് അർത്ഥം എന്താണ്? ഇത് മുഴയല്ലേ? മുഴ ആണോ? ഇത് മുഴ എന്ന് പറയാറില്ല എപ്പോഴും. ടി എന്താ? തിക്കനിങ് അല്ലേ? എവിടെ വരും? തിക്കനിങ് ഓർ ലംബ് എവിടെ വരും?
എനി ബോഡി പാർട്ട് അല്ലെ, ബോഡിയിൽ ഏതെങ്കിലും പാർട്ടിന് ചെറിയൊരു മുഴ വരുന്നു അല്ലെ, ലംബ് വരാം, അവിടെ തിക്കനിങ് അല്ലേ, അത് ടീ ആയല്ലേ. ടീ എന്താ അപ്പോ തിക്കനിങ് അല്ലെ, ടീ എന്താ അപ്പോ തിക്കനിങ് ആണ് ടീ എന്ന് പറയുന്നത്. ഐ എന്തായിരിക്കും? ഐ എന്താ? ഇൻഡൈജഷൻ അല്ലേ, ഇൻഡൈജഷൻ അല്ലേ, ഇത് ഡൈജഷൻ പ്രോപ്പറായി നടക്കില്ല അല്ലെ. ഐ എന്താ? ഇൻഡൈജഷൻ. എന്താണ്? ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അണ്ട് ഓ എന്താ? പോഷന്റെ ഓ എന്താ? പോഷന്റെ ഓ എന്താ? ഓബിയസ് ചേഞ്ച് ഇൻ വാട്ട് അല്ലേ, ആണോ? ഇത് വാട്ടും പറയാം, ഇത് മോളെന്ന് പറഞ്ഞൂടെ അല്ലേ? ഇത് വാട്ടെന്ന് പറഞ്ഞ എന്താ? ഇത് വാട്ടെന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ നമ്മൾ അരിമ്പാറ എന്ന് പറഞ്ഞാണോ? നമ്മൾ എപ്പോഴും പറഞ്ഞ വാക്ക് അതൊക്കെയാണ്. അരിമ്പാറ എന്ന് പറയുന്നതാണോ ഈ പറഞ്ഞ വാട്ട്? നമ്മൾ ഈ പറയുന്ന അരിമ്പാറ എന്ന് പറഞ്ഞ വാട്ട് ആണോ? ആണോ? യെസ് ആണല്ലേ. ആ പറഞ്ഞേടെ. കാണാറില്ല ഈ സ്കിന്നിന്റെ പുറത്ത് ഇത് ബ്രൗൺ കളറിൽ കാണാറില്ലേ? അറിയാമല്ലോ, കണ്ടുണ്ടായിരിക്കും. ഉണ്ടോ? ആ അത് അതായിരിക്കും അവിടെ വന്നിരുന്നിട്ട് അത് പതിയെ ഇതിന്റെ ഗ്രോ എന്ത് ചെയ്യും? അതെ, അത് വന്നിരുന്നിട്ട് ആ ചെറിയ മോളില്ലേ, ആ ചെറിയ മോളോ ഓരോ വാട്ടോ വന്നിരുന്നിട്ട് അത് അവിടെ ഇരുന്ന് പതിയെ ഇത് വളർന്നാലും അത് സൈനല്ലേ, ഓബിയസ് ചേഞ്ച് ഇൻ ദ വാട്ടർ സൈൻ. എപ്പോഴും അവിടെ ഇരുന്നത് പതിയെ ഇത് വളരെ എന്ത് ചെയ്യും? അത് ഇവിടെ വരുന്നത്. ഓ ക്ലിയർ ആയല്ലോ. ഓ ക്ലിയർ. എൻ എന്താ? അടുത്ത് എൻ എന്താ? എൻ എന്താ? എന്ത് വിളിക്കാതെ നാഗിങ് കേട്ടോ എവിടെയെങ്കിലും? നാഗിങ് കഫ് ഫോർ ഹോഴ്സ്നെസ് കേട്ടോ? നാഗിങ് കഫ് ഫോർ ഹോഴ്സ്നെസ് കേട്ടോ? എന്താണ് നാഗ അർത്ഥം എന്താ? കാര്യം മനസ്സിലാക്കി പഠിക്കും, കാര്യം മനസ്സിലാക്കി പഠിക്കാം, കാര്യം നിസ്സാരമായി പഠിക്കാം. എന്തായിരിക്കും? ഒരാൾക്ക് എപ്പോഴും ഈ പറഞ്ഞ എപ്പോഴും ഇത് ഡിസ്റ്റർബിങ് ആയിട്ട് വരുന്ന കഫരെ പറയുന്ന പേരല്ലേ. ഒരാൾക്ക് എപ്പോഴും ആരും ആയിക്കോട്ടെ എപ്പോഴും ഇത് ഡിസ്റ്റർബിങ് ആയി വരുന്ന കഫല്ലേ, ആ പേഴ്സണെ എപ്പോഴും എപ്പോ നോക്കിയാലും വളരെ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കഫിനെ പറയുന്ന പേരെന്താ? നാഗിങ് അല്ലേ? നാഗിങ് അല്ലേ? നാഗിങ് അല്ലേ? അല്ലെ, എപ്പോഴും വളരെ എന്താണ് വളരെ ബുദ്ധിമുട്ടും വളരെ വളരെ എന്താണ് എപ്പോഴും നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കഫും വരുന്നതല്ലേ ഇത് നാഗിങ്. യെസ്. അപ്പൊ ഫുള്ള് കിട്ടിയോടെ? ഫുള്ള് കിട്ടിയോ? ഇത് പോർഷൻ കിട്ടിയോ? വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ കിട്ടിയോ? വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ ക്ലിയർ? വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ ക്ലിയർ? ക്ലിയർ എല്ലാവർക്കും വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ ക്ലിയർ. സോ നെക്സ്റ്റ് അടിക്കുന്നത് ദ കോമൺ മെറ്റാസ്റ്റാസിസ് സൈറ്റുകൾ ചോദിക്കും. എന്താ ഇത് മെറ്റാസിസ്? എന്താ മെറ്റാസിസ്? പറഞ്ഞില്ലേ എപ്പോഴും ഇത് പടർന്നു പോകാൻ പറ്റുന്നല്ലേ അല്ലേ? ഇപ്പൊ ഒരിടത്ത് നിന്നും ഇത് പടർന്നു പോകാൻ പറ്റുന്നില്ലേ? ആദ്യം അർത്ഥം പറയട്ടെ, ഞാൻ പറഞ്ഞു തന്നെയാണ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഗ്രോത്ത് പെട്ടെന്ന് എന്താ സ്പ്രെഡ് ആയിക്കൂടെ? ഇത് പടർന്നു പോവുക അല്ലേ? പടർന്നു പോവുക, സ്പ്രെഡായി പോവുക, എന്തുവാണെ പറയാം അല്ലെ? ആ മെറ്റാസ്റ്റാസിസ് ഉണ്ടാകുന്ന സൈറ്റുകൾ ചോദിക്കാറുണ്ട്. ആ മെറ്റാസ്റ്റാസിസ് ഉണ്ടാകുന്ന സൈറ്റുകൾ ഒരു ചോദ്യം അതുണ്ട്, അതിൽ സെപ്പറേറ്റ് പഠിക്കണം. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ചോദ്യം ഉണ്ടായിരുന്നു. ഇത് ഫീമെയിൽസിൽ കാണപ്പെടുന്ന, ഇത് വുമൻസിൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ക്യാൻസർ ഏത്? ഇത് കഴിഞ്ഞ PS ചോദ്യമാണ് കേട്ടോ. ആരെങ്കിലും ഇത് കഴിഞ്ഞ PS ചോദ്യമാണ്. ഇത് വുമൻസിൽ ഉണ്ടാകുന്ന മോസ്റ്റ് കോമൺ ഉണ്ട് ക്യാൻസർ സൈറ്റ്. എവിടെ ക്യാൻസർ സൈറ്റ്? ഇത് ബ്രസ്റ്റ് അല്ലേ? കഴിഞ്ഞ PS ചോദ്യമായിരുന്നു. ബ്രസ്റ്റ് അല്ലേ? അപ്പൊ ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ അത് എങ്ങോട്ട് പോകും? ഇത് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ക്യാൻസർ വലുതായി ഇങ്ങോട്ട് പോകും. എങ്ങോട്ട് പോകും? ഇത് ബോണിലോട്ട് പോകും. ഇത് ബോണിലോട്ട് പോകും. അത് ലങ്സിലോട്ടും വെക്കൂടെ? ഇത് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിന്റെ മെറ്റാസ്റ്റാസിസ് ഉണ്ടായി ആ സൈറ്റിൽ നിന്നും അത് ബോണിലോട്ടും ലങ്സിലോട്ടും പോവാ. ശരിയല്ലേ? ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ബോണിലോട്ടും ലങ്സിലോട്ടും പോകാം. ഇനി അടുത്തത് ലങ് ക്യാൻസർ ആണെങ്കിലോ? ലങ് ക്യാൻസർ പറയണമെങ്കിൽ ഇത് മെയിൽസിലുള്ള മോസ്റ്റ് കോമൺ ക്യാൻസർ ഏതാ? ഇത് മെയിൽസിലുള്ള മോസ്റ്റ് കോമൺ ക്യാൻസർ ലങ് ക്യാൻസർ അല്ലേ?
സ്മോക്കിംഗ് കാരണം വരാറില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലങ് ക്യാൻസർ അല്ലേ? ഇത് എങ്ങോട്ടൊക്കെ പോവാം? ഇത് ലങ് ക്യാൻസർ വന്നാൽ എങ്ങോട്ടൊക്കെ പോവാം? അതിന്റെ ബ്രെയിനിലോട്ടും ലിവറിലോട്ട് പോവാം. ഇത് ലങ് ക്യാൻസർ വന്ന് അങ്ങോട്ട് പോവാം, അത് ബ്രെയിനിലും ലിവറിലോട്ടും പോവാം. ഇത് ലങ് ക്യാൻസർ വന്നാൽ അത് ബ്രെയിനിലും ലിവറിലോട്ടും വരെ പോകാം. സോ നെക്സ്റ്റ് ഈസ് ഇത് കോളോറക്ടൽ ക്യാൻസർ ആണെങ്കിലോ, ഇത് കോളോറക്ടൽ ക്യാൻസർ വന്നാൽ അത് എങ്ങോട്ട് പോവാം? ലിവറിൽ പറ്റിയൂടെ അല്ലേ? അത് മെറ്റാസ്റ്റാസ് ചെയ്ത് സ്പ്രെഡായി ലിവറിൽ പോവാം. ഇത് കോളോറക്ടൽ ക്യാൻസർ വന്നാൽ അത് മെറ്റാസായി സ്പ്രെഡായി ലിവറിലോട്ട് പോവാം. അന്ന് പോസ്റ്റേറ്റ് ക്യാൻസർ വന്നാലോ, അതും இந்த ബോണിലും സ്പൈനിൽ വെക്കൂടെ, സ്പൈനിൽ വെക്കൂടെ. ഇത് പോസ്റ്റേറ്റ് ക്യാൻസർ വന്നാൽ അത് പതിയെ ഇങ്ങോട്ട് പോവാം, ബോണിലും സ്പൈനിലോട്ടും സ്പ്രെഡ് ആവാം. ഒരു ചോദ്യം ഇവിടെ നിന്നും ഉണ്ടാവും. ക്ലിയർ? ഒരു ചോദ്യം ഇവിടെ നിന്നും ഉണ്ടാവും. ക്ലിയർ ആയോ? ഇത് കോമൺ സൈറ്റ് മനസ്സിലായോ? അവിടെ പറഞ്ഞേ. ഇത് ബ്രസ്റ്റ് ക്യാൻസർ എങ്ങോട്ട് പോവാം? ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ എങ്ങോട്ട് പോവും? ഇത് ബോണും ലങ്സ് ഉണ്ടോ? ബോണും ലങ്സ് ഉണ്ടോ? ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ബോണും ലങ്സിലോട്ട് പോവാം. അത് ലങ് ക്യാൻസർ വന്നാലോ, ലങ് ക്യാൻസർ വന്നാൽ എങ്ങോട്ട് പോവാം? ഇത് എങ്ങോട്ട് പോവാം? ഇത് ബ്രെയിനും ലിവറിലും പോവാം. ആണ്ട് കോളോറക്ടൽ ക്യാൻസർ വന്നാൽ അങ്ങോട്ട് പോവാം? ലിവറിൽ പോവാം അല്ലെ? കോളോറക്ടൽ ആണെങ്കിൽ ലിവറിൽ പോവാം. ആണ്ട് പോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലോ, ഇത് ബോണിലും സ്പൈനിലും പോവാം. ക്ലിയർ? ചോദ്യം വരും ഇവിടേക്ക്, ചോദ്യം വരും. കാരണം സ്പൈനൊക്കെ ചോദ്യം കേട്ടോ, സ്പൈനൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഇനി വേറെ ഉണ്ടോ? വേറെ എവിടെ ഉണ്ടോ? ഇനി വേറെ ഉണ്ടോ? സെർവിക്കൽ ക്യാൻസറും ഇങ്ങോട്ടോ? സെർവിക്കൽ ക്യാൻസർ അങ്ങോട്ട് പോവാം. എങ്ങോട്ട് പോകും? ഇത് ബോണും സ്പൈനും വെക്കൂടെ? ബോണും സ്പൈനിലോട്ട് പോലെ സെർവിക്കൽ ക്യാൻസർ വന്ന ബോണും സ്പൈനിലോട്ട് പോവാം. ആൻഡ് ടെസ്റ്റിക്കുലർ ക്യാൻസർ ആണെങ്കിലോ, ഇങ്ങോട്ട് പോവാം. ലങ്സിലോട്ട് പോവാം. ലങ്സിലോട്ട് പോവും, ആൻഡ് ബോളിലോട്ട് പോവും, ലിവറിലോട്ട് പോവും, ആൻഡ് എക്സ്പെഷ്യലി അഡ്രിനൽ ഗ്ലാൻഡിലോട്ട് പോകും കേട്ടോ. இந்த ടെസ്റ്റിക്കുലർ ക്യാൻസർ വന്നാൽ അഡ്രിനൽ ഗ്ലാൻഡ് വരെ പൊക്കിയൂടെ. ലങ്സിൽ പോവാം, എന്താണ് ബോൺ വരെ സ്പ്രെഡ് ആവും. അത്രയ്ക്ക് എന്താണ് സ്പ്രെഡ് ഉണ്ട് കേട്ടോ. അത് ലിവറിൽ പോവാം, അഡ്രിനൽ ഗ്ലാൻഡ് വരെ പോവാം. ഇനി ഇത് ബ്ലാഡർ ക്യാൻസർ വന്നാലോ, അങ്ങോട്ട് പോവാം. ഇത് ബ്ലാഡർ ക്യാൻസർ വന്നാൽ അങ്ങോട്ട് പോവാം, അതും ലങ്സിലോട്ട് പോവാം, ഇത് ബോണിലും ലിവറിലും പോവാം. മറക്കരുത്, ഇത് ബ്ലാഡർ ക്യാൻസർ വന്നാലും അതും ലങ്സിലോട്ടും ബോണിലും ലിവറിലും വരെ സ്പ്രെഡ് ആവാം. ചോദ്യം ഉണ്ടാകും. ഇത്രയുമാണ് അത് കോമൺ എന്താണ് മെറ്റാസ്റ്റാസിസ് എന്നുള്ളത്. ക്ലിയർ ആയോ? അവിടെ ക്വസ്റ്റ്യൻ കിട്ടെ? ഇതിലെല്ലാം പറഞ്ഞെടുത്തേ. ഇതെല്ലാം പോകാനുള്ള ഇത് മോസ്റ്റ് കോമൺ റൂട്ട് ഏതായിരിക്കും? മോസ്റ്റ് കോമൺ റൂട്ട് ഏതാ? അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇത്രയും പറഞ്ഞില്ല, അപ്പൊ അതും പഠിച്ചു വെക്കണം. ഇത് മോസ്റ്റ് കോമൺ റൂട്ട് ഏതാ? ഇത് ബ്ലഡ് ആണോ? ഈ പറഞ്ഞ ഞാൻ ബ്ലഡ് വഴിയാണോ അത് ലിംഫാറ്റിക് സർക്കുലേഷൻ വഴിയാണോ? ഇത് ബ്ലഡ് വഴിയാണോ ഇത് ലിംഫാറ്റിക് റൂട്ട് ഏതാ? ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് എവിടെയാ? ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന റൂട്ട് ഏതാ? സ്പീഡിൽ. ലിംഫാറ്റിക് സിസ്റ്റം അല്ലേ? ലിംഫല്ലേ? പെട്ടെന്ന് പോകുന്ന റൂട്ട് ഏതാ? ഇത് ലിംഫാറ്റിക് ആയിട്ട് മറക്കരുത്, അത് ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. അടുത്ത ഹെഡിങ് ഇടുക, ദ ട്യൂമർ മാർക്കേഴ്സ്. അടുത്ത ഹെഡിങ് ഇടുക, ദ ട്യൂമർ മാർക്കർ. സ്റ്റഡി ചെയ്യാം. ദ ട്യൂമർ മാർക്കേഴ്സ് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ് ചോദ്യം. ഇത് വരും. ദ ട്യൂമർ കണ്ടുപിടിക്കാൻ അല്ലേ, ദ ട്യൂമർ ഐഡന്റിഫൈ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അല്ലേ ട്യൂമർ മാർക്കേഴ്സ്? ട്യൂമർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന, ദ ട്യൂമർ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് അല്ലേ? ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് ശരിയല്ലേ?
ട്യൂമർ കണ്ടുപിടിക്കാൻ വേണ്ടി ട്യൂമർ ഐഡന്റിഫൈ ചെയ്യാനുള്ള കെമിക്കൽസിൽ എപ്പോഴും ട്യൂമർ മാർക്കേഴ്സ് വിളിക്കാം. ഇവിടെ നിന്നും ചോദ്യം വരാറുണ്ട്. ഫസ്റ്റ് CEA എന്താ? CEA അത് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? അത് എവിടെയൊക്കെ ക്യാൻസർ ഐഡന്റിഫൈ യൂസ് ചെയ്യും? CEA അത് എവിടത്തെ ക്യാൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ ഏത് ക്യാൻസർ യൂസ് ചെയ്യാറുണ്ട്? CEA ട്യൂമർ മാർക്കർ അത് എവിടേക്ക് യൂസ് ചെയ്യും? ഒന്ന് കോളോറെക്ടലിലും ബ്രസ്റ്റ് ക്യാൻസറും ലങ് ക്യാൻസറും കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ പറഞ്ഞ കോളോറെക്ടലും ബ്രസ്റ്റ് ക്യാൻസറും ലങ് ക്യാൻസറും കണ്ടുപിടിക്കാൻ വേണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്യൂമർ മാർക്കറായിട്ട് CEA യൂസ് ചെയ്യാം. ക്ലിയർ 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 മാർക്കർ എന്നൊക്കെ എപ്പോഴും അത് കണ്ടുപിടിക്കുന്ന ഓർമ്മ കേട്ടോ. കിട്ടിയോടെ കോളോറെക്ടലും ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ തന്നെ ലങ് ക്യാൻസറും കണ്ടുപിടിക്കാൻ വേണ്ടി CEA എന്ന മാർക്കർ യൂസ് ചെയ്യാം. PSA എന്താ? PSA എന്ന ട്യൂമർ മാർക്കർ എന്തിനൊട്ടിക്കാറുണ്ട്? പോസ്റ്റേറ്റ് ക്യാൻസർ അല്ലേ? പോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ PSA എപ്പോഴും പോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് തന്നെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ PSA തന്നെ 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ PSA തന്നെ 2 ടൈപ്സ് ഉണ്ട് കേട്ടോ. PSA തന്നെ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട്. ടോട്ടൽ PSA കണ്ടെവിടെയെങ്കിലും ടോട്ടൽ PSA എന്നും ഫ്രീ PSA കണ്ടെവിടെയെങ്കിലും PSA പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട്. ടോട്ടൽ PSA ഉണ്ട്, ഫ്രീ PSA ഉണ്ട്. എന്തായിരിക്കും ടോട്ടൽ PSA യൂസ് ചെയ്യും? ടോട്ടൽ PSA എന്തിനാണ് യൂസ് ചെയ്തത്? ഇതിനായിരിക്കും ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് പോസ്റ്റേറ്റിനല്ലേ? ടോട്ടൽ PSA എപ്പോഴും സ്പെസിഫിക് ആയിട്ട് എന്താണ് ഈ പറഞ്ഞ പോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കുക യൂസ് ചെയ്യും. ഫ്രീ PSA ആണെങ്കിലോ ഇത് BPH പോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? ശരിയല്ലേ? പോസ്റ്റേറ്റ് ക്യാൻസറും BPH കണ്ടുപിടിക്കുകയാണെങ്കിൽ എപ്പോഴും ഫ്രീ PSA യൂസ് ചെയ്യാം. ക്ലിയർ 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 എന്തിനാണെന്ന കാര്യം മാത്രം ഓർമ്മിച്ച് വെക്കുക. HCG എന്തിനാ? HCG യൂസ് ചെയ്യോടെ? HCG ഒരു ട്യൂമർ മാർക്കറാണോ? HCG ഒരു ട്യൂമർ മാർക്കറാണോ? ആണോ? HCG ഒരു ട്യൂമർ മാർക്കറാണ്. ഇങ്ങനെയാ നമ്മൾ നോർമലായിട്ട് HCG എടുത്ത് നോക്കട്ടെ. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്തല്ലേ? അല്ലേ? നോർമലായിട്ട് ഈ പറഞ്ഞ HCG ആണെങ്കിൽ ഉണ്ടെങ്കിൽ പറയാം. അത് എന്താണ് ഇത് പ്രഗ്നന്റ് പറയാറില്ലേ? അല്ലേ? പറയൂലേ? അത് നോക്കിയിട്ട് പറയല്ലേ? ആണോ? ഇത് പറയാറില്ലേ? പ്രഗ്നൻസി അല്ലാത്ത ഒരാൾക്ക് ഈ ഒരു HCGയുടെ പ്രസൻസ് വന്നാൽ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? പ്രഗ്നൻസി അല്ലാത്ത ഒരാൾക്ക് എന്താണ് ഈ പറഞ്ഞ HCGയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ വരാം? ഹൈഡാഡിപ്പോം വന്നൂടെ? വരാം. അപ്പൊ അത് മറക്കരുത് കേട്ടോ. മറക്കോ? ഇനി നെക്സ്റ്റ് NMP ഇതെന്താണ്? 22 എന്ന് യൂസ് ചെയ്യും. 22 എന്ന് വിളിച്ചോ. 22 തന്നെ കഴിഞ്ഞ എക്സാമിന് ഇത് ചോദിക്കില്ല. NMP 22 എന്താ? ഇത് എന്ത് ക്യാൻസറിനാണ് യൂസ് ചെയ്തത്? എവിടെ കണ്ടിട്ടുണ്ട്? എന്തിനു വേണ്ടിയാ? ബ്ലാഡർ ക്യാൻസർ അല്ലേ? ഇത് ബ്ലാഡർ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് NMP 22 യൂസ് ചെയ്യുക കേട്ടോ. ഇത് ബ്ലാഡർ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് NMP 22 യൂസ് ചെയ്തത്. അതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ഇനി സ്ഥിരം ചോദ്യമുണ്ട്. ഇത് CA is 125 എവിടെയെങ്കിലും? CA is 125. CA 125 എവിടെയെങ്കിലും ഏതെങ്കിലും ചോദ്യം കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും എക്സാം ചോദ്യത്തിൽ CA 125 ഓവേറിയൻ ക്യാൻസർ പിടിക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? CA സർവിക്സ് അല്ലേ?
അല്ലേ? സി അല്ലേ? ഓവേറിയൻ ക്യാൻസർ വിളിക്കാൻ വേണ്ടിയല്ലേ ഓവേറിയൻ ക്യാൻസർ എന്ത് യൂസ് ചെയ്യുന്നത്? CA-125 യൂസ് ചെയ്യുന്നത്. വീണ്ടും ചോദ്യമുണ്ട്, ഇത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അത് CA-153 അല്ലേ? അല്ലേ? ഇത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ എന്ത് യൂസ് ചെയ്യും? CA-153 ആണ്. ഞാൻ ഒരു ലൈൻ വീണു കേട്ടോ, മാറി തരാം. CA-153 ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്തത്. ക്ലിയർ? ക്ലിയർ? ഇനി അടുത്ത AFP എന്താ? AFP എന്താ? അതിനു വേണ്ടിയാ AFP എന്ന് പറയുന്ന ട്യൂബർ മാർക്കർ യൂസ് ചെയ്യുന്നത് ക്യാൻസർ ലിവറിൽ നോക്കാൻ വേണ്ടിയാണ്. ക്യാൻസർ ലിവറിലെ ക്യാൻസർ നോക്കാൻ വേണ്ടിയില്ലേ? ലിവറിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി AFP യൂസ് ചെയ്യും. ഒന്നുകൂടെ ചോദിക്കട്ടെ, ചറപറ ഉത്തരം പറയട്ടെ. ഇത് കോളോറക്ടൽ ക്യാൻസറിനും ഇത് ബ്രസ്റ്റ് ക്യാൻസറിനും ഇത് ലങ് ക്യാൻസറിനും വേണ്ടി യൂസ് ചെയ്യുന്ന ട്യൂബർ മാർക്കർ ഏതാ? കോളോറക്ടലിനും ബ്രസ്റ്റിനും ലങ്സിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാ? CA. ആൻഡ് പോസ്ട്രേറ്റ് ക്യാൻസർ ഏതാ? പോസ്ട്രേറ്റ് ക്യാൻസർ ഏതാ? ഏതാ പറഞ്ഞു? PSA അല്ലേ? NMP-22 ആണെങ്കിലോ ബ്ലാഡർ അല്ലേ? ആൻഡ് CA-125 ആണെങ്കിലോ? CA-125 ആണെങ്കിൽ ഓവേറിയൻ ക്യാൻസർ. CA-153 ആണെങ്കിലോ? 153 ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. ആൻഡ് AFP ആണെങ്കിൽ ലിവറിലുള്ള. ക്ലിയർ? യെസ്. സോ വീണ്ടും അടുത്ത കെട്ടിയിടുക ദ കോസസ് ഓഫ് ക്യാൻസർ. വീണ്ടും അടുത്ത കെട്ടിയിടുക ദ കോസസ് ഓഫ് ക്യാൻസർ. എന്തൊക്കെ കോസസ് ക്യാൻസറിന്റെ? പ്രധാനപ്പെട്ട ക്യാൻസറിന്റെ കോസസ് എന്തൊക്കെയാണ്? കെമിക്കൽസ് ഉണ്ടോ? കെമിക്കൽസ് ഉണ്ടോ? കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഇത് ഡ്രഗ്സ് കഴിക്കുന്ന ആൾ വരില്ലേ? ഇത് ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർ വരും. അന്ന് ടൊബാക്കോ യൂസ് ചെയ്ത് വരില്ലേ? ടൊബാക്കോ യൂസ് ചെയ്ത് വരില്ലേ? അന്ന് പെസ്റ്റിസൈഡ് എടുക്കുന്നവരില്ലേ? സ്ഥിരമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ? ഇത് പെസ്റ്റിസൈഡിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ വരാൻ സാധ്യതയില്ലേ? വരാറില്ലേ? ഈ കെമിക്കൽ ഇതൊക്കെ അത് കെമിക്കലല്ലേ? കെമിക്കൽ അതൊക്കെ അത് കെമിക്കലാട്ടോ. അല്ല, അതൊരു കെമിക്കൽ കോഴ്സ് ആയിരുന്നു. ഇനി ഈ പറഞ്ഞ ഇത് ഫിസിക്കൽ കോഴ്സ് എന്തൊക്കെ ഉണ്ടോ? എന്താണ് ഇത്? എക്സ്റേ വരാറുണ്ട്. എക്സ്റേ വരാറുണ്ട് അതിനകത്ത്. എക്സ്റേ, ഇത് UV റേസ് വരാറുണ്ടോ? വരാറുണ്ടോ? ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ അടുത്ത് വന്ന് വരൂടെ പറഞ്ഞു? വരാറുണ്ടോ? വരും. ആ റേ ഏതാടെ? അൾട്രാ വയലറ്റ് റേ ആണ്. UV ആണ്. ആണോ? വരോ? ചോദ്യം വരുന്നത് കോസസ് ഓഫ് ക്യാൻസർ പറയുമ്പോൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൈറസിന്റെ പേര് എക്സാം ചോദ്യം. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൈറസിന്റെ പേര് എക്സാം ചോദ്യമാണ്. കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൈറസിന്റെ പേര് എക്സാം ചോദിക്കും. എന്ത് വൈറസ്? ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വരാൻ സാധ്യതയുള്ള വൈറസ് ഉണ്ടോ? ചോദ്യം വരും. ഏത് വൈറസ്? ഇത് HPV ആണോ? HPV കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ഇത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കുന്ന വൈറസിന്റെ പേരെന്താ? HPV, ഹ്യൂമൻ പാപ്പുലോമ വൈറസ് ആണോ? മറക്കരുത്, പ്രീവിയസ് ചോദ്യ. എന്തുണ്ടാക്കും? സെർവിക്സിലും എന്താണ് ഈ പറഞ്ഞ ടോൺസിൽ ക്യാൻസർ ഉണ്ടാകാറില്ലേ? ഈ പറഞ്ഞ സെർവിക്കൽ ഉണ്ടാക്കാം, ടോൺസിൽ ഉണ്ടായിക്കോട്ടെ. ടോൺസിൽ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കാം. എന്താണ് ഈ പറഞ്ഞ ടോൺസിൽ ഉണ്ടായിക്കൂടെ? ചോദ്യം വരും. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വൈറസിന്റെ പേര് ചോദിക്കാറുണ്ട്. ഏതാ? HPV അല്ലേ? സെർവിക്കൽ ക്യാൻസറും ടോൺസിൽ ക്യാൻസറും ഉണ്ടാക്കാം. സോ ദ നെക്സ്റ്റ് വേറാണ് വൈറസ് ആണ്. എപ്സ്റ്റീൻ ബാർ വൈറസ് ഉണ്ടെങ്കിലും എവിടെയെങ്കിലും എപ്സ്റ്റീൻ ബാർ വൈറസ് ഉണ്ടെങ്കിലും
എവിടെയെങ്കിലും പ്രീവിയസ് ചോദ്യമാണ്. എവിടെയെങ്കിലും എപ്സ്റ്റീൻ ബാർ വൈറസ് കിടക്കുന്നുണ്ടോ? ഉണ്ട്. അതെന്ത് ക്യാൻസർ ഉണ്ടാക്കും? ഇത് ഹോട്ട്കിൻ ലിംഫോമയാണോ? എക്സാം പ്രീവിയസ് ചോദ്യമാണ്. എപ്സ്റ്റീൻ ബാർ വൈറസ് എന്തുണ്ടാക്കും? എന്ത് ക്യാൻസർ ഉണ്ടാക്കും? ഇത് ഹോട്ട്കിൻസ് ലിംഫോമയാണോ? ആണോ? പറഞ്ഞേ. യെസ്. വേറെ അടുത്ത വൈറസ് ആണ് സൈറ്റോ മെഗാലോ വൈറസ്. ഇത് CMV. സൈറ്റോ മെഗാലോ വൈറസ് എന്തുണ്ടാക്കും? എന്ത് ക്യാൻസർ ഉണ്ടാക്കും? സൈറ്റോ മെഗാലോ വൈറസ് എന്ത് ക്യാൻസർ ഉണ്ടാക്കും? സൈറ്റോ മെഗാലോ വൈറസ് എന്താക്കും? ഇത് കോളൻ ക്യാൻസർ ഉണ്ടാക്കാം. ഇത് കോളനിലെ ക്യാൻസർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും കപ്പോസി സാർക്കോമ ഇടണുണ്ടോ? കപ്പോസ് സാർക്കോമ എവിടെയും കേട്ടിട്ടോ എവിടെയെങ്കിലും? അതൊരു ചോദ്യമായിരുന്നു. അതെന്താണെന്ന് പഠിക്കണ്ട, അതെന്ത് ഉണ്ടാക്കും അത് പഠിച്ചു. CM ഇത് സൈറ്റോ മെഗാലോ വൈറസ് എന്ത് ക്യാൻസർ ഉണ്ടാക്കും? സൈറ്റോ മെഗാലോ വൈറസ് എന്ത് ക്യാൻസർ ഉണ്ടാക്കും? കോളൻ ക്യാൻസറും കപ്പോസി സാർക്കോമയിലും ഉണ്ടാക്കുന്നു. ശരിയല്ലേ? കേട്ടിട്ടോ എവിടെയെങ്കിലും? എവിടെയും കേട്ടിട്ടുണ്ടോ? ഇതൊരു ചോദ്യമായിരുന്നു. ചോദ്യം ഇതായിരുന്നു. ആറിലാ ഉള്ളത്? ആറിലാ വരുന്നത്? അതൊരു ചോദ്യമായിരുന്നു. ഇത് ചോദ്യം വരുന്നത് ഇത് HIV പേഷ്യൻസ്. HIV പേഷ്യൻസ് കാണപ്പെടുന്ന ദ മോസ്റ്റ് കോമൺ ക്യാൻസർ ഏതാ? കപ്പോസി സർക്കോമയല്ലേ? അല്ലേ? ഇത് HIV അല്ലെ? ഇത് ചോദ്യമായിരുന്നു. HIV പേഷ്യൻസിന് വരുന്ന മോസ്റ്റ് കോമൺ ക്യാൻസറിന്റെ പേരെന്താ? HIV പേഷ്യൻസിൽ വരുന്ന ദ മോസ്റ്റ് കോമൺ ക്യാൻസറിന്റെ പേര് പ്രീവിയസ് ചോദ്യം. HIV പേഷ്യൻസിൽ വരുന്ന മോസ്റ്റ് കോമൺ ക്യാൻസറിന്റെ പേര് പ്രീവിയസ് എന്താ പറഞ്ഞേ? എന്ത് സർക്കോമയാ? മറക്കരുത്, ചോദിക്കും. എന്താ HIV വരുന്ന മോസ്റ്റ് കപ്പോസ് സർക്കോമ? മറക്കരുത്. ക്ലിയർ? 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 യെസ്. അത് തന്നെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. HIV തന്നെ എന്താണ് ഈ പറഞ്ഞ ഹ്യൂമൻ T സെൽ ലിംഫോസിൽ കണ്ടുപിടിക്കും. ഇത് തന്നെ സെപ്പറേറ്റ് പഠിക്കും കേട്ടോ. അത് അധികം എന്തിനു വേണ്ടി മാത്രം ഓർമ്മിച്ചാൽ മതി. ഈ പറഞ്ഞ ഹ്യൂമൻ T സെൽ ലിംഫോ വൈറസ് ഇല്ലേ, ഇത് ടൈപ്പ് 1, അതെന്ത് ക്യാൻസർ ഉണ്ടാക്കും? എന്തുണ്ടാക്കും? 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 ലുക്കീമിയ. ടൈപ്പ് 1 എന്താ? ടൈപ്പ് 1 ആണെങ്കിൽ ലുക്കീമ ഉണ്ടാക്കില്ലേ? ടൈപ്പ് 1 ആണെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഹ്യൂമൻ T സെൽ ലിംഫോസൈറ്റിക് വൈറസ് ടൈപ്പ് 1 ആണെങ്കിൽ ലുക്കീമിയ ഉണ്ടാക്കും. ക്ലിയർ? ക്ലിയർ? ഇനി ഇത് ഹെപ്പറ്റൈറ്റിസ് B ആണെങ്കിലോ? ഹെപ്പറ്റൈറ്റിസ് B വൈറസ് എന്തുണ്ടാക്കും? എന്ത് ക്യാൻസർ ഉണ്ടാക്കും? ഇത് ലിവർ ക്യാൻസർ. ലിവർ ക്യാൻസർ. ലിവർ ക്യാൻസർ ഉണ്ടാക്കും. ക്ലിയർ? ഇത്രയും ഇത് വൈറസ്. ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസിനെ ക്ലിയർ ആയോ? ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ് ഫുള്ള് ക്ലിയർ ആയോ? ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ് ഫുള്ള് ക്ലിയർ ആയോ? ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ് ഫുള്ള് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും വൈറസ് അല്ല എന്ത് ഈ പറഞ്ഞ എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാറുണ്ട് അവിടെ? വൈറസ് അല്ല ഏതെങ്കിലും ബാക്ടീരിയ ഉണ്ടാക്കാറുണ്ട്? ഉണ്ട്. ഒരെണ്ണം ഏതാ? നമ്മുടെ ഈ പറഞ്ഞ ഇങ്ങനത്തെ പെപ്റ്റിക് അൾസർ പോലുള്ള അവിടെ കാണാറുണ്ട്. ഹെലിക്കോബാക്ടർ പൈലോറി ആണോ? H പൈലോറി ആണോ? H പൈലോറി എപ്പോഴും ഗ്യാസ്ട്രിക് ക്യാൻസർ ഉണ്ടാക്കാം കേട്ടോ. മറക്കരുത്. H പൈലോറി എപ്പോഴും ഗ്യാസ്ട്രിക് ക്യാൻസർ ഉണ്ടാക്കാം. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? യെസ്. സോ വീണ്ടും അടുത്ത ഹെഡിങ് ഇടുക. ഇത് TNM ക്ലാസിഫിക്കേഷൻ കേട്ടോ. ക്വസ്റ്റ്യൻ TNM ക്ലാസിഫിക്കേഷൻ ഏതെങ്കിലും എക്സാമിൽ ചോദ്യം കണ്ടിട്ടുണ്ടോ? TNM ക്ലാസിഫിക്കേഷൻ. TNM ക്ലാസിഫിക്കേഷൻ അതിൽ T എന്താ? T എന്താ? ഫസ്റ്റ് ട്യൂമർ അല്ലേ? അതിന് N എന്താ? അതിന് N എന്താ? അതിന് N എന്താ? N എന്താ? N എന്താ? N എന്താ? N എന്താ? ലിംഫ് നോഡ് അല്ലേ? N എന്താ? ലിംഫ് നോഡിന്റെ ഇൻവോൾവ്മെന്റ് അല്ലേ? അത് M എന്താ? M എന്താ? M എന്താ?
മെറ്റാസ്റ്റാസ് ആണോ? ആണ്. ആ ടി ട്യൂമർ എം ആണെങ്കിൽ എന്തെങ്കിലും പറയാമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചോദ്യം വരും. ആദ്യം ഫസ്റ്റ് ട്യൂമർ നോക്കാം. ട്യൂമർ നോക്കാം. നോക്കാം. സിമ്പിൾ കാര്യം. ഫുള്ള് മലയാളത്തിൽ പഠിക്കുക. നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത എന്താണ് ട്യൂമറെ പറയുന്ന പേരെന്താ? നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്യൂമർ പറയുന്ന പേരെന്താ? സിമ്പിളായി പഠിക്കാം. നമുക്ക് ഒരു ട്യൂമറിനെ അസസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ? TX അല്ലേ? നമുക്കൊരു ട്യൂമറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അസസ് ചെയ്യാൻ പറ്റി എന്ന് വിളിക്കാം. ട്യൂമറിനെ അസസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ TX അല്ലേ? അല്ലേ? എസ് ക്ലിയർ. ഫസ്റ്റ് കാര്യം കിട്ടിയോ? TX കിട്ടിയല്ലോ. പറഞ്ഞേ, TX കിട്ടിയോടെ? T0 എന്താ? T0 എന്താ? ട്യൂമറിന്റെ ഒരു എവിഡൻസിൽ പറഞ്ഞവരാണോ? ട്യൂമറിന്റെ ഒരു എവിഡൻസിൽ പറഞ്ഞവരാണോ? ആണോ? ട്യൂമറിന്റെ ഒരു എവിഡൻസ് എന്ന് വിളിക്കാം. ട്യൂമറിന്റെ ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ T0 ഇട്ടൂടെ? നോ എവിഡൻസ് അല്ലെ? ഒരു എവിഡൻസ്, ട്യൂമറിന്റെ ഒരു എവിഡൻസ് ഇല്ലെങ്കിൽ T0. ഇനി TIS എന്താ? TIS എന്താ? ഇസ് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, ഇത് കാർസിനോമ ഇസ് ഇൻസെറ്റ്. ഓർമ്മയുണ്ടോ? കാർസിനോമ ഇൻസെറ്റ് ഓർമ്മയുണ്ടോ? അതല്ലേ? ഇനി T1 T2 3, 4 പോലെ എന്ത് വിളിക്കാം? എന്തായിരിക്കും അത്? T1, 2, 3, 4 ആണെങ്കിൽ പതിയെ ട്യൂമറിന്റെ സൈസ് കൂടുന്നതല്ലേ? പതിയെ ട്യൂമറിന്റെ സൈസ് കൂടുന്നല്ലേ? പതിയെ ട്യൂമറിന്റെ സൈസ് കൂടുന്ന പറഞ്ഞല്ലേ? T കിട്ടിയോ? ട്യൂമർ ക്ലിയർ ആയല്ലോ. കിട്ടിയോ? T ഫുൾ ക്ലിയർ ആയല്ലോ. അടുത്ത എന്താ? ഇത് ലിംഫ് നോഡിന്റെ ഇൻവോൾവ്മെന്റ് അല്ലേ? എന്താ? ലിംഫ് നോഡിന്റെ ഇൻവോൾവ്മെന്റ് അല്ലേ? അല്ലേടെ? അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് കാര്യം ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കും. ഫസ്റ്റ് ഈസ് NX എന്താ? NX എന്താ? നേരത്തെ പറഞ്ഞു. NX എന്താ? നേരത്തെ പറഞ്ഞ അതിരിച്ച് പറഞ്ഞു. ലിംഫ് നോഡിൽ ഉണ്ട് അല്ലേ? പക്ഷെ അത് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റും? ലിംഫ് നോഡിൽ ഉണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ലിംഫ് നോഡിലുണ്ട്, പക്ഷെ അതിന്റെ സൈറ്റ് എവിടെയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വിളിക്കാം. പറ്റുന്നില്ല, സൈറ്റ് കൃത്യമായി കിട്ടുന്നില്ല. ലിംഫ് നോഡ് തന്നെയാണ്, പക്ഷെ സൈറ്റ് അവിടെ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ NX. അടുത്ത് എന്തായിരിക്കും? നെക്സ്റ്റ് എന്താ? N0 എന്തായിരിക്കും? There is no regional lymph node involved. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇത് ലിംഫ് നോഡിൽ എന്തെങ്കിലും ഉണ്ടോ? N0 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിഡൻസ് ഇല്ലല്ലേ? ലിംഫ് നോഡിൽ ഉള്ളതായിട്ട് ഒരു എവിഡൻസ് ഇല്ലല്ലോ. ലിംഫ് നോഡിൽ ഉണ്ടെന്ന് പോലെ എന്താണ് ഒരു എവിഡൻസ് എന്ന് വിളിക്കാം? ഇവിടെ ലിംഫ് നോഡിൽ ഉണ്ടെന്ന് ഒരു എവിഡൻസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ആ N ഏതാ? ക്ലിയർ. ഇനി ഇതേ ലിംഫ് നോഡ് തന്നെ ഇപ്പൊ എന്താണ്? ലിംഫ് നോഡിനകത്ത് എന്താണ് അതിന്റെ ഇൻവോൾവ്മെന്റ്? ട്യൂമറിന്റെ ഇൻവോൾവ്മെന്റ് ലിംഫ് നോഡിൽ വളരെ അധികം ഉണ്ടെന്ന് വിളിക്കാം. ട്യൂമറിന്റെ ഇൻവോൾവ്മെന്റ് ഈ പറഞ്ഞ ലിംഫ് നോഡിൽ വളരെ അധികമാണെന്ന് വിളിക്കാം. N1, 2, 3. ക്ലിയർ. യെസ്. അങ്ങനെ ക്ലാസ് ചെയ്ത് പോവാം. അടുത്തത് നെക്സ്റ്റ് മെറ്റാസ്റ്റാസിസ്. മെറ്റാസ്റ്റാസിസ് എന്താ? എന്തായിരിക്കും?
ഫസ്റ്റ് വീണ്ടും അവിടെ പറഞ്ഞ തന്നെ എം എക്സ് എന്താ? ഫസ്റ്റ് നേരത്തെ അവിടെ പറഞ്ഞ തന്നെ എം എക്സ് എന്താ? അസസ് ചെയ്യാൻ പറ്റാത്ത മെറ്റാസ്റ്റാസിസ് പറഞ്ഞ പേരല്ലേ? അസസ് ചെയ്യാൻ പറ്റാത്ത മെറ്റാസ്റ്റാസിസ് ആണെങ്കിൽ എം എക്സ് അല്ലേ? അസസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ എം എക്സ് അല്ലേ? ശരിയല്ലേ? പറഞ്ഞേ. അസസ് ചെയ്യാൻ പറ്റാത്ത എന്താണ് പറഞ്ഞ ട്യൂമർ ആണെങ്കിൽ എന്ത് വിളിക്കാം? മെറ്റാസ്റ്റാസിസ് അല്ലേ? അല്ലേ? നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത എന്ന് മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കാം. നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത എന്ന് മെറ്റാസ്റ്റാസിസ് എന്താ? എം എക്സ്. ഇനി ഒരു മെറ്റാസ്റ്റാസിസ് ഇല്ല എന്ന് വിളിക്കാം. ഇനി ഒരു ആബ്സെന്റ് ആണ്, മെറ്റാസ്റ്റാസിസ് ആബ്സെന്റ് ആണെങ്കിൽ എംഒ അല്ലേ? M0 എന്ത് പറഞ്ഞു അല്ലേ? M0 അല്ലേ? M0 അല്ലേ? മെറ്റാസ്റ്റാസിസ് ഇല്ല, ആബ്സെന്റ് ആണ്, ഒരു സ്ഥലത്ത് കാണാൻ പോലും ഇല്ല M0. ഇനി ദ പ്രസൻസ് ഓഫ് ദ മെറ്റാസ്റ്റാസിസ് ഉണ്ടെങ്കിൽ എത്ര കൊടുക്കാം? ദ പ്രസൻസ് ഓഫ് മെറ്റാസ്റ്റാസിസ് എത്ര കൊടുക്കാം? ഇസ് M1. M. ക്ലിയർ? 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 സോ ഇവിടെ ഈ പറഞ്ഞ മെറ്റാസ്റ്റാസിസ് അസസ് ചെയ്യാൻ പറ്റി എത്ര കൊടുക്കാം? ഒരു മെറ്റാസ്റ്റാസിസ് നമുക്ക് ഒരിക്കലും അസസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എം എക്സ് അല്ലേ? ഒരു മെറ്റാസ്റ്റാസിസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എം എക്സ്. ഇനി ആബ്സെന്റ് ആണെങ്കിൽ M0 അല്ലേ? ഇനി ഇത് പ്രസൻസ് ആണെങ്കിൽ M1. അപ്പോൾ എല്ലാവർക്കും ദ TNM ക്ലാസിഫിക്കേഷൻ കിട്ടിയോ? എല്ലാവർക്കും ദ TNM ക്ലാസ് കിട്ടിയോ? യെസ്. സോ നെക്സ്റ്റ് അടിക്കുക ചെറിയൊരു കാര്യം, സ്റ്റേജിങ് ഓഫ് ക്യാൻസർ. സ്റ്റേജിങ് ക്യാൻസർ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. സ്റ്റേജിങ് ക്യാൻസർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ക്യാൻസറിന്റെ സ്റ്റേജിങ് എന്തിനാ യൂസ് ചെയ്തത്? ഇതുപോലെ പഠിച്ചു കേട്ടോ, നിന്റെ ലൈഫിൽ ചിലപ്പോൾ യൂസ്ഫുൾ ആവാം. ക്യാൻസറിന്റെ സ്റ്റേജിങ് പറയുമ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് ഇതിന്റെ NCPM ക്യാമറ ഓഫ് ചെയ്ത് തന്നെ ചോര വിഴുങ്ങുന്നതെല്ലാം ഇവിടെ കാണാം. പയ്യെ കഴിക്കും. സ്റ്റേജ് 0 എന്താ? സ്റ്റേജിങ് ക്യാൻസർ എന്തിനു വേണ്ടി യൂസ് ചെയ്ത്? ക്യാൻസർ അത് ക്യാൻസർ എത്രത്തോളം അത് എക്സ്റ്റെൻഡ് ആയി കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ? സ്റ്റേജിങ് ഓഫ് ക്യാൻസർ അല്ലേ? ക്യാൻസർ എത്രത്തോളം അത് എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യല്ലേ? സ്റ്റേജിങ് ഓഫ് ക്യാൻസർ എപ്പോഴും ക്യാൻസർ എത്രത്തോളം നല്ല എക്സ്റ്റെൻഡ് ആവുന്ന കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യല്ലേ? സിവിയാരിറ്റി പറയാം, എത്രത്തോളം എന്താണ് അത് വളർന്ന് പോയിട്ട് അറിയാൻ വേണ്ടിയാണ്. സ്റ്റേജ് 0 എന്താ? സ്റ്റേജ് 0 എന്താ? സ്റ്റേജ് 0 എന്ന് പറയുന്നതായിരിക്കും കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ പറഞ്ഞില്ലേ അല്ലേ? ഓർമ്മയുണ്ടോ? ഇവിടെ ക്യാൻസർ ഉണ്ടോ? ഇവിടെ ക്യാൻസർ ഇല്ല എന്ന് പറയാൻ പറ്റും. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇത് ബേസ്മെന്റ് ലെയറിന്റെ അടിയിലാണ്. ഇത് ബേസ്മെന്റ് ലെയറില്ലേ? ഇത് ബേസ്മെന്റ് ലെയറിന്റെ അടിയിരിക്കുകയാണ്. ഉണ്ടല്ലോ, ക്യാൻസർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ക്യാൻസർ ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ഇത് ബേസ്മെന്റ് ലെയറില്ലേ, ആ ലെയറിന്റെ വന്നിരിക്കുകയാണ്. കാർസിനോമ വന്നിട്ടുണ്ട്, പക്ഷെ ഇത് ബേസ്മെന്റ് ലെയർ ഇരിക്കുന്നത് വിളിക്കാം സ്റ്റേജ് 0 അല്ലേ? ശരിയല്ലേ? സ്റ്റേജ് 0 അല്ലേ? അല്ലേ? സ്പ്രെഡ് ആയിട്ടില്ല. ആ, ഇനി സ്റ്റേജ് 1 എന്താ? സ്റ്റേജ് 1 എന്താ? ട്യൂമർ വന്നു, അത് ഓർഗനില് എന്താണ് ഈ പറഞ്ഞ ടിഷ്യൂസിൽ മാത്രം എത്തിയിട്ടൊന്ന് വിളിക്കാം. ട്യൂമർ ഉണ്ട്, ട്യൂമർ വന്നു കഴിഞ്ഞു, അത് ഏതെങ്കിലും ടിഷ്യൂസിൽ മാത്രം, ആ ടിഷ്യൂസിൽ മാത്രം കൊണ്ട് വിളിക്കാം. ട്യൂമർ എന്താണ് ടിഷ്യൂസിൽ മാത്രം, ഇത് വളർന്നു വന്നിട്ടില്ല, വലുതായിട്ടില്ല, ടിഷ്യൂസിൽ മാത്രം അവിടെ നിൽക്കുകയാണ്, ഒന്ന് വലുതായിട്ടില്ല. എന്ത് വിളിക്കാം? സ്റ്റേജ് 1 അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇത് ബേസ്മെന്റ് ലെയർ ആണെങ്കിലോ ഏറ്റവും ബേസ്മെന്റ് ലെയർ 0 അല്ലേ? ഏറ്റവും ബേസ്മെന്റ് ലെയർ ആണെങ്കിൽ 0. ട്യൂമർ ഇത് ടിഷ്യൂ വരെ എത്തിയെങ്കിൽ സ്റ്റേജ് 1. ഇനി അതേ ട്യൂമർ ഇത് ലോക്കലി ആയിട്ട് സ്പ്രെഡ് ആയാലോ? ചെറിയൊരു ലിമിറ്റഡ് ഏരിയ മാത്രം, വിളിക്കാം സ്റ്റേജ് 2 അല്ലെ? ഇത് ലോക്കൽ സ്പ്രെഡ് അല്ലേ? സ്റ്റേജ് 2. ഇനി ഒരു വലിയ ഏരിയ ആണെങ്കിലോ സ്പ്രെഡ് വലിയ ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു വലിയൊരു ഏരിയ പോയാലോ? സ്റ്റേജ് 3. ക്ലിയർ? സ്റ്റേജ് 4 ഉണ്ട്. ഇനി സ്റ്റേജ് 4 ഉണ്ടോ? ഉണ്ട്. എന്താ? ഡിസ്റ്റന്റ് മെറ്റാസസ് എല്ലായിടത്തും പടർന്നില്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഏരിയയിൽ വന്ന് എന്ത് വിളിക്കാം? എത്ര സ്റ്റേജാ? ക്യാൻസർ വന്നു, കംപ്ലീറ്റ് ഫുൾ ഏരിയ സ്പ്രെഡ് എന്ന് വിളിക്കാം ഡിസ്റ്റന്റ്
മെറ്റാസെവറിന്റെ സ്റ്റേജ് 4-ലാണ്. ക്ലിയർ? ക്ലിയർ? ഓങ്കോളജി കംപ്ലീറ്റ് പഠിച്ചോ? ഓങ്കോളജി കംപ്ലീറ്റ് പഠിച്ചോ? ക്ലിയർ ആയല്ലോ? ഓങ്കോളജി ഇനി നോക്കരുത് കേട്ടോ. ക്ലിയർ ആയി? സമയത്രയായി? 10:44. കറക്റ്റ് 11:45 അല്ലെ 12 ഞാൻ ഇടും കേട്ടോ. ഞാൻ ഗ്രൂപ്പ് ഇടും. ആ സമയം കേട്ടോ. നമുക്ക് അഡ്മിനിസ്ട്രേഷനും റിസർച്ചും അടുത്ത 1 മണിക്ക് കഴിഞ്ഞിട്ട് ഒന്ന് സ്പീഡ് ഫുള്ള് പഠിക്കാം. അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് ഫുള്ള് സ്പീഡിൽ പഠിക്കാം. ഓക്കെ, നിങ്ങൾ പോയി